ദിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമി തയ്യ തിനും തിമി താദിനും തിമി തയ്യാര. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാം. ആർക്കിടെക്റ്റിന്റെ കരവിരുത് തന്നെയാണ്, ഇത് കണ്ടാ അറിയാം. ബാക്ക് സ്പ്ലാഷിലെ ടൈല്. ഇവിടെ 2 കലാകാരികളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ മാത്രമേ കാണുള്ളൂ. അതെ അതെ, ഇതൊരു ആൾക്കാർ വന്നിട്ട് ഇതിങ്ങനെ സെർച്ച് ചെയ്യാൻ നോക്കും. അപ്പൊ അത് അപ്പോൾ ഞങ്ങൾ രാത്രി ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ട് മാറ്റൊക്കെ വിരിച്ചുകൊണ്ട് കടന്നിട്ട് മേലോട്ട് നോക്കിയിരിക്കും. പിന്നെ സ്റ്റാർസ് ഓരോന്ന് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് മഴ കൊള്ളാനും ഒക്കെ അങ്ങോട്ട് വരാം. ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഞങ്ങൾ രാത്രി അവിടെ ഇരുന്ന് കുറച്ച് ഭക്ഷണം കഴിക്കാനോ പത്രം വായിക്കാനൊക്കെ. ഇവിടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ എല്ലാവരും പറയും നല്ല തണുപ്പുള്ളൊരു ഏഷ്യയാണ് ഇതിന് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം. സ്പേസയിൽ ഡിസൈൻ ചെയ്തേക്കുന്ന ഈ വീട് ഒരു ട്രോപ്പിക്കൽ മോഡേണിസം കോൺസെപ്റ്റിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പേസയിലെ ആർക്കിടെക്റ്റ് റിനിത്ത് നമ്മുടെ കൂടെ ഉണ്ട്. നമസ്കാരം. റിനിത്തിൻ്റെ കൂടെ നമ്മുടെ ഫസ്റ്റ് വർക്കാണ് അല്ലേ? എവിടെയാണ് നിങ്ങൾ ബേസ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നില്ല, നിങ്ങൾ ഓൾ കേരള വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. എൻ്റെ കൂടെ 2 പാർട്ട്നേഴ്സ് ഉണ്ട്, ഞാനല്ലാണ്ട്. അപ്പോൾ രണ്ടാളുടെ പേര് ഇസ്രയേലാണ്. ഒരാൾ ഇപ്പോൾ എറണാകുളം ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരാൾ കൊല്ലം ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒപ്പം വർക്ക് കേരളത്തിൽ അവിടെ ഇവിടെ എല്ലാം സ്പ്രെഡ് ചെയ്തിട്ടേക്കും അല്ലേ? അങ്ങനെയല്ല, എല്ലാ വർക്കും എല്ലാവരും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്സസ് ചെയ്യാൻ കുറച്ചുകൂടി സുഖമായുള്ളത് കൊണ്ട് ഓരോരുത്തർ ഓരോ സ്പേസിൽ എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ റിനിത്ത്, ഇത് നമ്മൾ മലപ്പുറത്ത് എക്സാക്ട്ലി ഏത് സ്ഥലമാണ്? മലപ്പുറം ജില്ലയിൽ ആനക്കയം എന്ന് പറഞ്ഞ വില്ലേജിൽ പെരുമ്പലം എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് സൈറ്റ് വരുന്നത്. നല്ല എങ്ങനെയായിരുന്നു ഈ ഒരു ഡിസൈനിലോട്ടൊക്കെ എത്തിയത്? ഞങ്ങൾ പൊതുവേ അങ്ങനെ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഡിസൈൻസിലാണ് നോക്കാറ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രോപ്പിക്കലാണോ മോഡേൺ ആണോ അങ്ങനെ കോംപ്രമൈസ് ചെയ്യാറില്ല, കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് സജഷൻ വന്നത് തന്നെ ട്രോപ്പിക്കൽ മോഡേൺസ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം റെനോവേഷൻ്റെ കാര്യത്തിൽ ആയുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ലോഡ് കുറയ്ക്കാനും ആ രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതാണ് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയി തോന്നിയത്. ഇതൊരു റെനോവേറ്റഡ് പ്രോജക്റ്റ് ആണ്. അപ്പോൾ പഴയ ഒരു വീടിനെ നമ്മൾ അതിൻ്റെ പിക്സ് ഇപ്പോൾ കാണിക്കാം. അതിനെ ആണ് ഈ രീതിയിൽ മാറ്റിയെടുത്തേക്കുന്നത് അല്ലേ? മറ്റേ ഫ്ലാറ്റ് സ്ലാബ് ആയിരുന്നു അതോ ഓടിട്ട വീടായിരുന്നു? ഫ്ലാറ്റ് സ്ലാബ്. ഇതിൽ മുകളിലേക്കുള്ള പോർഷൻ മൊത്തം പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്തതാണ്. ബാക്കിയുള്ളത് കോൺക്രീറ്റ് തന്നെയായിരുന്നു. ഫ്ലാറ്റ് സ്ലാബ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് മൊത്തത്തിൽ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് എൻട്രൻസ് വരുന്നത് അവിടെ നിന്ന് തന്നെയായിരുന്നു, അത് മാറ്റിയിട്ട് നേരെ ഫ്രണ്ടിലേക്ക് എന്നുള്ള രീതിയിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള ഒരു അപ്പിയറൻസ് മാറ്റാൻ വേണ്ടിയിട്ട് വിൻഡോസ് ബാക്കി കാര്യങ്ങളിലൊക്കെ കുറച്ച് ചേഞ്ചസും, പിന്നെ ഈ സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ പുറത്തോട്ട് നമ്മൾ എടുത്തു. ബാക്കി താഴെ കാണുന്ന വാളെല്ലാം പഴയതാണ്, ആ രീതിയിലാണ് പോയിട്ടുള്ളത്. സൈറ്റിന്റെ തൊട്ട് മുമ്പിൽ കൂടെ തന്നെ ഒരു ചെറിയൊരു റോഡ് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇത് പഴയ വീടിന്റെ സ്ലാബ് കട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ വെച്ചതാണ്. അതാണ് ഈ പേവ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ പേവ് ചെയ്തിട്ടുള്ളത്. ശരി. അപ്പോൾ ഇവിടെയും കുറച്ച് ഹൈറ്റ് കൂട്ടി അതിനനുസരിച്ച് ആ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഹൈറ്റ് കുറച്ചുള്ള രീതിയിൽ ചെയ്തു. ഒരു ബ്രോഡ്നെസ് ഫീൽ ചെയ്യാനായിരിക്കും നിങ്ങൾ ഇത്രയും നീളത്തിലുള്ള ഒരു സ്പേസ് കൊടുത്തേക്കുന്നത് അല്ലേ? വേറെയും പ്രശ്നമുണ്ട്, നമുക്ക് ഗേറ്റ് ഒരിക്കലും പുറത്തേക്ക് തുറക്കാൻ കഴിയില്ല, ഉള്ളിലേക്കും തുറക്കാൻ കഴിയില്ല, സ്ലോപ്പ് ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുൾ സ്ലൈഡിങ് എന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത്. ശരി. അപ്പോൾ അതിൽ നിങ്ങൾ GI ഷീറ്റ് അല്ലേ? GI ഷീറ്റും പിന്നെ ഒരു മെഷും ആണ് യൂസ് ചെയ്തത്. ഓക്കെ. അതിനകത്ത് ഒരു ചെറിയ ഗേറ്റും വെച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ. അപ്പോൾ അതിന് യൂസ് ചെയ്തേക്കുന്ന ഈ ഒരു കളർ തന്നെയാണ് നിങ്ങൾ ഡോറിന്റെ ഫ്രെയിംസിനും വിൻഡോയുടെ ഫ്രെയിമിനാണെങ്കിലും സെയിം കളർ തന്നെ നമ്മൾ പോയിട്ടുള്ളത്. എല്ലാത്തിനും പോയേക്കുന്നത്. കൂടുതൽ കളേഴ്സ് പോകണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യാറ് എപ്പോഴും. അപ്പോൾ അതിൽ ഈ ഗ്രീനും ഗ്രേയും വൈറ്റും എന്നുള്ള രീതിയിൽ തന്നെ പോയാൽ മതി എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിലൊരു സ്ട്രിപ്പ് പോലെ ഉണ്ട് ഒരു പെയിൻറ്റ്. അത് കാരണം ഇപ്പോൾ ഈ എലിവേഷനിൽ ഇത്രയും ലോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വെജിറ്റേഷനും അതുപോലെ തന്നെ ഈ ഓടിൻ്റെ അതൊക്കെ രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഡ്രസ് വർക്കിലാണ് ചെയ്തതെന്നല്ലേ പറഞ്ഞത്? അതെ അതെ. അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള സ്ട്രക്ചർ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു ട്രോപ്പിക്കൽ ഫീലും രീതിയിൽ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിലുള്ളത് ഫുള്ള് AAC ബ്ലോക്കിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ലാണ്ട് പിന്നെ ഡ്രസ്ഡ് ആകുമ്പോഴത്തേക്കും ഫിനിഷിങ്ങിനും ഒക്കെ ലോഡ് കുറയുന്നത് മാത്രമേ ഫിനിഷിങ്ങും ആ ഒരു ട്രോപ്പിക്കലിലേക്ക് പെട്ടെന്ന് എത്തുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഒരു ട്രോപ്പിക്കൽ കണ്ടംപററി മിക്സ് മോഡേണിസം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ബ്ലെൻഡ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് ചേർന്ന ഭാഗത്ത് ഇത് ഫോൾ സീലിംഗ് പോലെ കൊടുത്തേക്കുന്നത് സിമെന്റ് ഷീറ്റ് ആണോ? എന്താ അത്?
അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി കുറേ ഷീറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിലുള്ള ഓപ്പൺ ടെറസും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ഓപ്പൺ ടെറസിന് നമ്മൾ ഫസ്റ്റ് ലുക്കിൽ നമ്മൾ ആ ഒരു ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ വീടിൻ്റെ ലുക്കിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്തു, അതിൻ്റെ താഴെ നമ്മൾ സിമെൻറ്റ് ഷീറ്റ് വെച്ചിട്ട് അത് പോളിഷ് ചെയ്യാതെ അതുപോലെ തന്നെ വെച്ചിട്ടുള്ള ആ ഒരു കോൺക്രീറ്റ് ഫിനിഷ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെയുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ അൺഫിനിഷ്ഡ് ആയുള്ള രീതിയിൽ തന്നെ വെച്ചിട്ടുള്ളത്. അതിൽ വാർണിഷ് അടിക്കുക ആ രീതിയിൽ മാത്രമേ ചെയ്തു പോയിട്ടുള്ളൂ. റൂഫ് ടൈൽ ആയാലും നിങ്ങൾ അത് പ്രത്യേകിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ അല്ലേ? ബൗണ്ടറി വാളായാലും ഒരു ഫ്രെയിം വർക്ക്, ജിയുടെ ഒരു ഫ്രെയിം വർക്ക് ചെയ്തിട്ട് ആസ്പെറ്റോസ് ഷീറ്റ് ആണ് അല്ലേ? അതെ അതെ, ഇവിടെ വീട്ടിൽ ഓൾറെഡി കുറച്ച് ഷീറ്റ്സ് അവൈലബിൾ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പഴയ ഷീറ്റ്സും കൂടെ വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്തെന്നുള്ളൂ. പിന്നെ ഓക്കെ, പഴയതിരുന്നതും പിന്നെ പെയിന്റ് ബാക്കിയുള്ളത് എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള രീതിയിൽ അതൊരു കളർക്ക് രീതിയിൽ പോയിട്ടുണ്ട്. ആ ഒരു ഗ്രേ കളറും ഗ്രേ കളർക്ക് രീതിയിൽ ഫിഗ് കാര്യങ്ങൾ, ക്രീപ്പിംഗ് ഫിഗ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് ഈ ട്രോപ്പിക്കൽ മിക്സ് ആയി പോയിക്കോളും. നിങ്ങൾ അത് ക്രീപ്പർ ചെയ്യാൻ. അതെ അതെ അതെ. ഈ ഒരു പോർഷൻ റെനിത്തെ കാണാൻ നല്ല ഒരു ഭയങ്കര രസമായിട്ടുണ്ട്. കാരണം ആ ഒരു ചരിച്ച ഒരു സൺഷെയ്ഡും അതിലെ റൂഫ് ടൈല്, പിന്നെ ഈ വിൻഡോയുടെ വുഡ് എലമെന്റും, പിന്നെ അതിന്റെ ഇടയ്ക്കൂടെ പോയേക്കുന്ന ഗ്രീൻ, അത് ഇതാണല്ലേ സ്റ്റീലിലാണ് കട്ടള ചെയ്തേക്കുന്നത്? ഇതിൽ കട്ടള ചെയ്തേക്കുന്നത് സ്റ്റീലിലും അതുപോലെ വുഡ് അതുപോലെ തന്നെ ഫിനിഷിലാണ് നമ്മൾ നിർത്തിയിട്ടുള്ള വിൻഡോയിലുള്ള. പിന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് കൊടുത്തത്. അതാണ് അതിന്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നി, നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വരുമ്പോൾ പൂ ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് തന്നെ ക്ലയൻസ് അത് മെയിൻറ്റെയിൻ ചെയ്തോളും, ആ രീതിയിൽ വെക്കും. മറ്റേത് പൂവില്ല എന്നുള്ള രീതിയിലുള്ള ഷെഡ്യൂൾസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉണങ്ങിപ്പോകും. ഉണക്കിപ്പോകും. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തും അവിടെ ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ അതെ, ഫോൾ സീലിംഗ് ഒരു ടെറാക്കോട്ട കളറിലുള്ള ക്ലേ ടൈലാണോ അത്? ക്ലേ ടൈലാണ്. ഇത് ക്ലേ ടൈലാണ്. ബോർഡല്ല, ക്ലേ ടൈലായിട്ടുള്ള രീതിയിൽ തന്നെ വെച്ചില്ല, അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയതാണ്. അതുപോലെ ഇവിടെ കൊടുത്തേക്കുന്ന ലൈറ്റുകളെല്ലാം വന്നിട്ട് ഒരു റസ്റ്റിക് ഫീല്, അതെന്താണത്? അത് നമ്മൾ എംഎസിൽ ചെയ്ത് നമ്മൾ ഇവിടെ തന്നെ ചെയ്തെടുപ്പിച്ചതാണ്. അതായത് നിങ്ങൾ തന്നെ ചെയ്തെടുത്താ? അതെ അതെ അതെ. ശരി. നമ്മൾ എംഎസിൽ സ്ക്വയർ പൈപ്പ് വാങ്ങി അത് തുരുമ്പ് പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ വാർണിഷ് ചെയ്തതാണ്. 4-5 കോട്ടോളം വാർണിഷ് ചെയ്തിട്ട് അത് വെച്ചതാണ്. അതായത് കസ്റ്റം ഡിസൈൻ ചെയ്ത വാൾ ലൈറ്റ്സ് ആണ്. ശരി, അതെന്ത് താമസം എടുത്തു അപ്പോൾ തുരുമ്പ് പിടിക്കാനൊക്കെ? അല്ല, അത് ഹൈഡ്രജൻ കോട്ടൺ സ്റ്റീലാണോ? അല്ല, സാധാ എം എസ് സ്റ്റീൽ. അതിൽ നമുക്ക് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തുരുമ്പ് വരും, ഇൻസ്റ്റന്റ് ആയിട്ട് വരും. അപ്പോൾ അത് വെച്ച് ഒരു 1-2 ദിവസം വെച്ചിട്ടുള്ള രീതിയിൽ പിന്നെ 4-5ഓളം ക്ലിയർ കോട്ട് ചെയ്തത്. കാരണം അത് ഒരിക്കലും മഴ പെയ്യുന്ന സമയത്ത് താഴത്തോട്ട് വലിക്കാൻ പാടില്ല. ഇതിനുള്ളിൽ വെച്ചതാണെങ്കിൽ സാധാ ട്യൂബ് ലൈറ്റാണ്. അപ്പം ഇനിയിപ്പോൾ അത് അഥവാ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി വെക്കുമ്പോൾ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇതാകുമ്പോൾ സാധാ ട്യൂബ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്, അത് നേരെ വെച്ചാൽ മതി. അതൊക്കെയാണ് ലേറ്റസ്റ്റ് ട്രെൻഡും ഫാഷനും അനുസരിച്ച് പോവാണെങ്കിൽ അല്ലേ? പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതിന് ആ പീസ് തന്നെ കിട്ടണമെന്നൊന്നുമില്ല, കിട്ടണം നിർബന്ധമില്ല. ഇതാകുമ്പോൾ നമുക്ക് ഇതപ്പം ഈ സൈസിലെ ട്യൂബ്, അതെ, ഒരടിയിലുള്ള വാം ട്യൂബ്സ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ ഈ സൈഡിലെല്ലാം ഇതുപോലെ ഒരു വെജിറ്റേഷൻ ചെയ്തിട്ടുണ്ട്, തിക്കായിട്ട് ഒരു പ്ലാന്റർ ബോക്സ് ത്രൂ ഔട്ട് പോയിട്ടുണ്ട് അല്ലേ? അതെന്താണെന്ന് വെച്ചാൽ അതിന്റെ പിന്നിൽ ഒരു ഐഡിയോളജി ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഇത് ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. അതെ അതെ. അപ്പോൾ ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രേക്ക് മനസ്സിലാവില്ല. കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് വീഴാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പോൾ കുറച്ച് ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് തന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള രീതിയിൽ പ്ലേസ് ചെയ്ത് പോയത്. ഒരു ബീച്ച് കളർ പോലെ എന്തോ വന്നേക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിന്റെ ഒരു സാൻഡൽ ഒരു കളർ പോലെ വന്നേക്കുന്നത്. ലക്ഷറി കളേഴ്സിൽ അങ്ങനെ നോക്കിയിട്ട് പിക്ക് ചെയ്തെടുത്തതാണ് കുറേയൊക്കെ. അപ്പോൾ അതിലാകുമ്പോഴത്തേക്കും ആ ട്രോപ്പിക്കൽ മോഡേൺസും കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വരും. അതും വാം ടോണിക്കാണ് പോയിട്ടില്ല, ഈ ടിൻറ്റഡ് ടോണിക്ക് ഞങ്ങൾ നോക്കിയിട്ടില്ല. എന്നാൽ ഇവിടെ ഗ്രേയുടെ ഒരു ഷെയ്ഡ്, ഇത് പക്ഷെ വേറൊരു ഗ്രേയുടെ ഒരു ഷെയ്ഡ്. എന്നാൽ ബൗണ്ടറി വാളൊക്കെ കുറച്ചും കൂടെ വേറെ ഒരു ബ്ലൂ കലർന്ന ഗ്രേ അല്ലേ? സിറ്റ് ഔട്ടോട്ടിൽ കയറുമ്പോഴായാലും വളരെ റോ ഫീല് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു താണ്ടൂറാണ് അല്ലേ? താന്തൂർ സ്റ്റോൺ, അതും ഫിനിഷ്ഡ് അല്ലാത്ത രീതിയിലുള്ള താന്തൂർ സ്റ്റോൺസ് ആവശ്യമില്ല. 2 രീതിയിലുള്ള ഫിനിഷസ് ഉണ്ടാവും, സ്മൂത്ത് ഫിനിഷും ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. നമ്മളിത് മാത്രം നോക്കിയിട്ട്. കാരണം മഴ നനയുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് ഒരിക്കലും സ്ലിപ്പ് ഫീൽ ചെയ്യാൻ പാടില്ല. അത് അത്രയും നല്ല ഗ്രിപ്പുണ്ട്. റോ ഫീൽ ആയതുകൊണ്ട് ഇത് ഇങ്ങനെ നരച്ച് കിടക്കുന്നാലും അതിന്റെ ഒരു ഭംഗിയല്ലേ, എന്നും ഇങ്ങനെ തന്നെ കിടക്കും. അപ്പൊ ഈ ഭാഗത്തോട്ട് നിങ്ങൾ ജിയിൽ തന്നെ ഒരു ഷെയ്ഡ് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തേക്കുവാ. അതെ അതെ. അപ്പൊ അതിന്റെ മുകളിൽ സിമെന്റ് ഷീറ്റ് ചെയ്തു. പിന്നെ മുകളിൽ നമ്മൾ അത് ഇൻ കേസ് എന്തെങ്കിലും ലീക്ക് വരിക എന്നുള്ളത് അങ്ങനത്തെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി ഷീറ്റ്, പിന്നെ കോർഗേറ്റഡ് ഷീറ്റ് കൂടെ അതിന്റെ മുകളിൽ ആഡ് ചെയ്തു. ഓക്കെ ഓക്കെ. ശരി ശരി. അതാണ് ആ പെർഫറേറ്റഡ് ഒരു ഷേപ്പ് അതിന്റെ സൈഡിൽ കൂടെ കാണുന്നത് അല്ലേ? അതിപ്പോ അവിടെ നോക്കിയാലും കാണാം, നമ്മള് ടൈല് കുറച്ച് പുറത്തേക്ക് തള്ളി വെച്ചിട്ടുണ്ട്. അതായത് വെള്ളം നേരെ വാട്ടർ കട്ട് ചെയ്യാനാണ്, വാട്ടർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ 10 സെന്റിമീറ്ററോളം നമ്മൾ പുറത്ത് ഇത്ര കൊണ്ട് ചെയ്തിട്ടുണ്ട്. പഴയ വീടിന്റെ എന്തായാലും വളരെ ചെറിയ ഒരു സ്പേസ് ഒക്കെ ആയിരിക്കുമല്ലോ. പഴയ വീടിന് ഒരു സിറ്റ് ഔട്ട് എന്നുള്ള രീതിയിലില്ല വീടല്ലേ. അപ്പോൾ സിറ്റ് ഔട്ട് കുറച്ച് വലുത് വേണം. കാരണം ഇവിടെ എപ്പോഴും ഫാമിലി ഗാദറിംഗ് നടക്കുന്നതാണ്, പെരുന്നാളിനും അങ്ങനത്തെ രീതിയിലൊക്കെ നടക്കുന്നത്. അപ്പോൾ കുറച്ചൊരു വലിയ സ്പേസ് വേണം എന്നുള്ളത്. പിന്നെ ആ ഒരു എലിവേഷൻ ആണെങ്കിലും ഇത്രയും ഫാസ്റ്റ് ആയി നിൽക്കുന്ന സമയത്ത് കുറച്ചുകൂടി വലുത് ഒരു സിറ്റ് ഔട്ട് വന്നാലല്ലേ അതിന്റെ ഒരു ഭാഗ്യം ഉണ്ടാവും. അതെ, അതിനനുസരിച്ച് തന്നെയുള്ള സ്റ്റെപ്പൊക്കെയാണ്, നല്ല ബ്രോഡായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലെപ്പോത്ര ഫിനിഷിന്റെ ഒരു ഫീല് കാലിൽ കിട്ടുന്നതും ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ ഇവിടെ
ഷുറാക്കായിരിക്കും അല്ലേ? ഷൂറാക്ക. ന്യൂട്രൽ കളറിലാണ് ഇവർ ചെയ്തേക്കുന്നത്, ഒരു സിമെന്റ് അല്ലേ? അതെ അതെ. അത് നമ്മൾ WPC ചെയ്തിട്ട് പിന്നെ അതിന്റെ മുകളിൽ പെയിന്റ് ചെയ്തു എന്നുള്ളൂ. നല്ല വെയിൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് വുഡിൽ ചെയ്യാൻ കഴിയില്ല. വുഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ അതെന്തായാലും ഇതിൽ കളർ ഫെയ്ഡ് വരും. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് അതിന്റെ മുകളിൽ പെയിന്റ് ആഡ് ചെയ്തത്. ജാളി ബ്രിക്ക് ആണോ? അതെ, ആ ജാളി ബ്രിക്കാണ്. ജാളി ബ്രിക്കും നോർമൽ ചുടുകട്ടയും വെച്ചിട്ട് അങ്ങനെ ചെയ്തേക്കാണ് അല്ലേ? ഇതൊരു കോട്ടയാട് സ്പേസ് പോലെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ? ഉള്ളിൽ പാഷ്യോ സ്പേസ് എന്നുള്ള രീതിയിൽ പാഷ്യോ സ്പേസ് പോലെ. റോട്ടിലോട്ട് കയറുമ്പോഴായാലും ബ്രോഡായിട്ടുള്ള ടൈലാണ് ഇട്ടേക്കുന്നത് അല്ലേ? അപ്പോൾ ഫിനിഷ് ഉള്ള അതെ. എന്ത് സൈസ് വരും? 8x4 വരുന്നത്. ഇതിൽ മെയിൻ പ്രശ്നം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂസ് ഇതിൽ ജോയിന്റ് ഫ്രീ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ബ്രോഡ്നെസ് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ജോയിന്റ് ഫ്രീക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബ്യൂട്ടി എപ്പോഴും ഉണ്ട്. കാരണം ചെറിയ സ്പേസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ലത് ജോയിന്റ് ഫ്രീ തന്നെ. ജോയിന്റ് ഫ്രീ. അതിൽ ബാക്കി ഫ്യൂച്ചർ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്താ ബാക്കി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ പൊട്ടുന്നൊക്കെ രീതിയിലൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ജോയിന്റ് ഫ്രീ ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ കൺസിഡർ ചെയ്യാത്തത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻസ് കാണും. അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെയും കൺജഷൻ ഫീൽ അല്ല. അപ്പോൾ അത് പുറത്തുള്ള ഈ ഫ്ലോർ ടൈലിനൊക്കെയാണോ അത് കൺസിഡർ ചെയ്യുന്നത്? എക്സ്പാൻഷൻ ജോയിന്റ് പോലുള്ള ഉള്ളിലുള്ളതിനും കൺസിഡർ ചെയ്യാം. ആ പ്രശ്നമുണ്ട്. അതാണ് ഈ ടൈല് പൊട്ടിയിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന അങ്ങനത്തെ കേസസ്. ശരി ശരി ശരി. അപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്കും അങ്ങനെ അത്ര ഈർപ്പം നിൽക്കുന്ന സ്ഥലങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കർട്ടൻ ക്രീപ്പർ ചെയ്തപ്പോൾ മാക്സിമം വെയിൽ നമ്മൾ കട്ട് ചെയ്യാനുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുറത്തോട്ടുള്ളൊരു കാഴ്ച കാണുമ്പം അത് നല്ല അത് ഒരു നോക്കുന്നുണ്ടോ? നല്ല തളർത്ത് നിൽപ്പുണ്ട്. അത് 6 മാസം കൊണ്ടാണ് ഇത്രയും വളർച്ച വന്നേക്കുന്നത്. അത് അത്രയും കെയർ ചെയ്യുന്നുള്ള ഒരു ഇതിൽ. അതെ അതെ. സാധാരണ എല്ലായിടത്തും എസ്പെഷ്യലി ഇപ്പോഴത്തെ ചൂടില്. ഓക്കെ, അപ്പം നമ്മൾ സിറ്റൗട്ടിന്റെ സീലിംഗ് ആയാലും എല്ലാം തന്നെ പുറത്ത് എക്സ്റ്റീരിയർ അടിച്ചേക്കുന്ന സെയിം പെയിന്റ് തന്നെ പോയേക്കാണ് അല്ലേ? സീലിംഗിൽ ഡയറക്റ്റ് കോപ്ലൈറ്റ് കൊടുത്തേക്കുന്നു. പിന്നെ നമ്മൾ മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു സ്റ്റീൽ ഫ്രെയിമിന്റെ ഒരു വൃത്തി ഭയങ്കര രസമായിട്ടുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പെയിന്റിന്റെ കളറും ഈ വുഡുമായിട്ട് ഭയങ്കര രസമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു വിൻഡോയുടെ സൈസ് അത്യാവശ്യം വലിയൊരു സൈസിൽ ഒരു ഓൾമോസ്റ്റ് നിയർ ടു സീലിംഗ് വരെ പോകുന്നുണ്ട്. അത് പഴയ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നത് 197 ഒക്കെ ഉള്ള രീതിയിൽ ലിൻഡൽ ഹൈറ്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും വലിയ സ്പേസ് ആക്കിയിട്ട് പിന്നെ ചെറിയൊരു ലിൻഡൽ ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോഗ്നസ് ഫീൽ ചെയ്യില്ല. ശരി. അപ്പോൾ അതുകൊണ്ടാണ് വിൻഡോസ് എല്ലാം ഇപ്പോൾ ഈ പുറത്ത് കാണുന്ന വിൻഡോസ് എല്ലാം ഡബിൾ ഹൈറ്റ് ഫുൾ ഹൈറ്റിലെ രീതിയിൽ കൊടുത്തു പോയിട്ടുള്ളത്. ലിൻഡൽ കൺസിഡർ ചെയ്തിട്ടില്ല. സ്ലാബിന്റെ ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. മെയിൻ ഡോറിലും അതേ ഒരു ഭംഗി വരുന്നുണ്ട്. ഭയങ്കര ഒരു സ്മൂത്ത് ഫിനിഷ് ആണല്ലോ ഈ സ്റ്റീൽ ഫ്രെയിംസിന്റെ വേറൊരു പ്രത്യേകത ആണല്ലോ അല്ലേ? മേളിൽ പിന്നെ ഫിക്സഡ് ഇത് കൊടുത്തേക്കാണോ? ഒരു ലീനിയർ വിൻഡോ പോലത്തെ ഒരു സ്പേസ് അല്ലേ? ഇത് പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആയിട്ട് തന്നെ കൊടുത്തേക്കുന്നു മെയിൻ ഡോർ. ടീക്കിന്റെ മെയിൻ ഡോർ അല്ലേ? അതുപോലെ തന്നെ നമ്മള് സിമ്പിൾ ആയിട്ട് രീതിയിൽ ചെയ്തേക്കുന്നു. കാരണം കണ്ണ് എവിടെയും സ്റ്റക്ക് ആവരുത് എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ വെജിറ്റേഷൻ അല്ലാണ്ട് ബാക്കി കളർ ആണെങ്കിലും ഇപ്പൊ ഇവിടെ ഉള്ള കളേഴ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ സെപ്പറേറ്റ് ഒരു കളർ അല്ലെങ്കിൽ ഫിനിഷ് വന്നു കഴിഞ്ഞാൽ നമുക്കപ്പം ലിവിങ്ങിലോട്ട് കയറാം. ഒറ്റ സ്ട്രെച്ചിന് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു സ്പേസ് ആണ് അല്ലേ? അങ്ങനെ പ്രൈവസി കൺസേൺസ് അങ്ങനെ വലിയ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലിവിങ്, ഡൈനിങ്, ഫാമിലി ലിവിങ്, കിച്ചണൊക്കെ ഓപ്പൺ എന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത്. പിന്നെ കുറച്ചും കൂടെ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാഷ്യോ സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫാമിലി ലിവിംഗ് എന്നുള്ള സ്പേസ് അല്ല, ഇതൊരു പർപ്പസ്ഫുള്ളി നോക്കുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഫോർമൽ ലിവിംഗ് എന്നുള്ള രീതിയിലാണ്. സെപ്പറേറ്റ് ഒരു ഫാമിലി ലിവിംഗ് എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് അപ്പുറത്തോട്ട് മാറിയുണ്ട് അല്ലേ? UPVCയുടെ സ്ലൈഡിംഗ് ഡോർ ഒക്കെ വെച്ച് സൈഡിലോട്ടൊരു പാറ്റിയോ, അതിലും റസ്റ്റിക് ഫിനിഷ് ഉള്ള താണ്ടൂർ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വെച്ചാണോ? അല്ല, കംപ്ലീറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വെച്ചതാണ്. അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണതുകൊണ്ടാണ് ഇവിടെ ബുഷ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ സീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വേണ്ട പത്രമൊക്കെ കിടപ്പുണ്ട്. ഇവിടെ നിന്ന് പേപ്പറൊക്കെ വായിക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് അല്ലേ? ഇവിടെ റെയിൻ വാട്ടർ കിട്ടുന്ന രീതി തന്നെയാണ്. നിങ്ങൾ ഗ്ലാസ് ഇട്ടിട്ടില്ല അല്ലേ? ഇല്ല, ഗ്ലാസ് ഇട്ടില്ല. പിന്നെ അത്ര രീതിയിൽ വെള്ളം വരുമൊന്നുമില്ല. ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ ഓക്കെ. ഷെയ്ഡ് അത്രയും മുകളിൽ പോയിട്ടുണ്ട്. അതെ അതെ. ചെറിയ ഡ്രിസിൽസ് മാത്രമേ ഇങ്ങോട്ട് കയറുള്ളൂ. ഈ ഹോൾസിൽ കൂടെ ആവശ്യത്തിന് കാറ്റും വെളിച്ചമൊക്കെ കയറുന്നുണ്ട്. രണ്ട് സൈഡിലും സീറ്റിംഗ് ത്രൂ ഔട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. സ്റ്റെപ്പ് ആണ്, എന്നാൽ ഇരിക്കാനുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഈ സൈഡ് അവിടെ ആയതുകൊണ്ട് നമുക്ക് മോർണിംഗ് സൺറൈസ് ഇവിടുന്ന് നല്ല രീതിയിൽ വരും. അതും ഞാൻ ഷാഡോസും നല്ല രീതിയിൽ വരും. അപ്പോൾ അത് ഭയങ്കര അപ്പിയറൻസ് ആണെന്നുള്ള രീതിയിലാണ് വീട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരി. ഭിത്തിക്ക് കൊടുത്തേക്കുന്ന പെയിന്റിന്റെ കളറും ഫ്ലോർ ടൈൽ കളറും കൗച്ചിന്റെ കളറും എല്ലാം തമ്മിൽ വളരെ ഭയങ്കര സട്ടിലായിട്ടാണ് കൊടുത്തേക്കുന്നത് അല്ലേ? ഒരു പേസ്റ്റൽ കളർ പോലത്തെ. നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ എടുത്തും ഉടക്കരുത്. അപ്പോൾ അതിനുള്ള രീതിയിലാണ് നമ്മൾ എല്ലാ രീതിയിലും യൂസ് ചെയ്തിട്ടുള്ളത്. ജൂട്ടിന്റെ ഒരു റഗ് ഇട്ടിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ നിങ്ങൾ കസ്റ്റം ചെയ്താണോ? ഇവിടെയുള്ള എല്ലാ ഫർണിച്ചേഴ്സും എല്ലാ രീതിയിലും കസ്റ്റം ചെയ്തിട്ടുണ്ട്. പ്ലൈയില് നിങ്ങൾ ലാമിനേറ്റ് ചെയ്തേക്കാണ്? ലാമിനേറ്റ്, അതായത് ഇവിടെ ഓൾറെഡി യൂസ്ഡ് ആയുള്ള രീതിയിലുള്ള ലാമിനേറ്റ്സിന്റെ ആ സെയിം ഷെയ്ഡ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ തീക്കിൽ തന്നെ സോളിഡ് വുഡ് ചെയ്തേക്കാം? അതെ, സോളിഡ് വുഡിൽ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, മുമ്പേ പറഞ്ഞ ആ ഫാക്ടറി ഞാൻ പിന്നെ ചോദിക്കുക, അതിന്റെ ഒരു ബേസിൽ തന്നെ ആണോ ഇവിടെ ഭിത്തിക്കൊന്നും അങ്ങനെ കോലാഹലങ്ങളൊന്നും ഇല്ലല്ലോ, ഡെക്കോറോ ഫോട്ടോ ഫ്രെയിംസോ അതൊന്നും ഇല്ല? ഫോട്ടോ ഫ്രെയിംസ് ഈവൻ ഇവിടെ ഈ ഒരു ഡൈനിങ്ങിന്റെ മുകളിലായാലും സാധാരണ ഷാൻലിയർ പോലെ അങ്ങനെ കാണാറുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ഹാങ് ലൈറ്റ്സ് വെക്കണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഹൈറ്റിൽ വേണ്ടി വരും, അല്ലെങ്കിൽ അതിൽ കാണാനും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വിഷൻ ബ്രേക്ക് ചെയ്ത് പോകും. അപ്പോൾ കൺജഷൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒന്നുകൂടെ കൂടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു എലമെന്റ്സും അതുപോലെ വാൾ ഡെക്കർ എലമെന്റ്സും ആഡ് ചെയ്തിട്ടില്ല. ക്ലയന്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും അങ്ങനത്തെ വേണമെന്നില്ല, കാരണം കറക്റ്റ് റൂട്ടിലാണ് അവരെന്നെ തോട്ടും നിങ്ങളുടെ. അതെ അതെ, മെജോറിറ്റി എലമെന്റ്സ് അവർ തന്നെയാണ് പറഞ്ഞു തരാറ്. അത്രയും പ്രിപ്പയർഡ് ആയിരുന്നു. ഇത് പിന്നെ നിങ്ങൾ ഈ ടോപ്പ് മാത്രം മേടിച്ച് കാണും? ടോപ്പ് മാത്രം മേടിച്ചു. എന്നിട്ട് മറ്റേത് അതിന്റെ ഫ്രെയിം ഫ്രെയിം വർക്ക് ചെയ്തതാണ്. ഫ്രെയിം വർക്ക് ചെയ്തേക്കുന്നതാണ്. അത് നമ്മുടെ ജനലിൽ അതേ സെയിം ഷെയ്ഡ് തന്നെയാണ്. അതെ, ആ ഒരു ഡാർക്ക് ഗ്രീൻ കളർ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ആ സട്ടിലായിട്ടുള്ള ഒരു ബീജ് കളറിലെ റോമൻ ബ്ലൈൻസ് ആണ് കൊടുത്തേക്കുന്നത്. അതും വാളും കർട്ടനും തമ്മിൽ വല്ലാണ്ടൊരു വ്യത്യാസം എടുത്ത് കാണിക്കുന്നേ ഇല്ല. അപ്പോൾ അത് ആ രീതിയിലുള്ള കളേഴ്സ് മാത്രമേ എടുത്തുള്ളൂ. അതെ, ഈ വലിയൊരു വിൻഡോയുടെ ബ്യൂട്ടി അകത്ത് നിന്ന് കുറച്ചും കൂടെ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പം റെനോവേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ പോയേക്കുന്ന ബീം, ഐബീൻ്റെ കോളവും ബീമും ഇതൊക്കെ പോയിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് ഈ പഴയ വീടിന്റെ ഒരു സ്ട്രക്ചറും ഇവിടൊക്കെ ആയിരുന്നോ? പാഷ്യോന്നായിരുന്നു എൻട്രൻസ് ഉണ്ടായിരുന്നത്. ഈ രീതിയിലാണ് എൻട്രൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു ലിവിംഗ് സ്പേസ് പോലെ നീളത്തിലൊരു സ്പേസ് ആയിരുന്നു. പിന്നെ ഇതൊരു ബെഡ്റൂം, അവിടെ ഇപ്പൊ നിൽക്കുന്ന പോർഷനിലാണ് ഒരു കിച്ചൺ എന്നുള്ള രീതിയിലുണ്ടായിരുന്നത്. ശരിയാണ്. അപ്പോൾ ആ വാളിനെ മൊത്തത്തിൽ ഇങ്ങനെയുള്ള വാളിനും ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു, സപ്പോർട്ടിങ്ങനെ കൊടുത്തു. ഇത് മാത്രം ഒന്ന് പോപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ചേർന്ന് പോകുന്നുണ്ട് ടോട്ടൽ ഒരു കളേഴ്സുമായിട്ടൊക്കെ. അത് ജസ്റ്റ് ഒരു ക്ലിയർ ചെയ്തിട്ട് അതിന്റെ മുകളിലൊരു അങ്ങനെ ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ? അതെ അതെ, കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ആ ഒരു റസ്റ്റിക് ഫീൽ ഉള്ളത്. ശരിക്കും ആ റസ്റ്റിക് എലമെന്റ് വരെ കിട്ടാന്നിടത്തൊക്കെ നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഫ്ലോറും ഭയങ്കര ഒരു ഫ്ലോട്ടിംഗ് ഫീൽ ഉള്ള രീതിയിൽ. ഏത് ടൈലാണ് ഇത്? ഇത് 5x3 വരുന്ന അസറവയുടെ ടൈലാണ് വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഫ്രീ ആയിട്ട് നമുക്ക് ചുറ്റോടി നടക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ വാഷ് കൗണ്ടർ ഉണ്ട്. അപ്പം അതിന് പുറത്ത് എന്താണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്? ക്വാർട്സ് ആണ്. അത് 45 ആംഗിൾ കട്ട് ചെയ്ത് സെയിം മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സ്പ്ലാഷ് ആയിട്ടൊക്കെ പോയേക്കുന്നതായാലും ഇമ്പോർട്ടഡ് ടൈൽസ് ആണ്. അതുപോലെ തന്നെ മീനു മുമ്പേ ചോദിച്ച കാര്യം, ഈ മിറർ ആയാലും ഒരു ടിൻറ്റഡ്, ഒരു ഗോൾഡ് ടിൻറ്റ് ഉണ്ടല്ലോ, ഒരു നോർമൽ കളർ അല്ലല്ലോ, അതെന്താണ് അത് അങ്ങനെ? അതും ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് വന്ന സജഷൻ ആണ്. പക്ഷെ അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു നോർമൽ മിറർ വെക്കുകയാണെങ്കിൽ അത് അത്രയും എടുത്ത് കാണിക്കും. അവിടുന്ന് കയറുമ്പോഴേ വലിയൊരു മിറർ പോലെ. ഇതാകുമ്പോൾ ആ ഒരു പർപ്പസ് നടക്കുന്നുണ്ട്, എന്നാൽ അത് എടുത്ത് കാണിക്കാത്ത രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പം ടേബിൾ ടോപ്പ് സ്റ്റൈലുള്ള ഒരു അല്ലേ ബ്ലാക്ക് കളറിലെ വാഷ് ബേസിനൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടാപ്പ് കൊടുത്തേക്കുന്നതിനായാലും ഒരു പ്രീമിയം ഫീൽ ഉണ്ട് അല്ലേ? ഒരു ബ്രഷ്ഡ് റസ്റ്റിക് ഫിനിഷ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് പോയിട്ടുള്ള. ഇപ്പം ഇവിടെ നോക്കിയാൽ കാണാം, നമുക്ക് ടവൽ വെക്കാനുള്ള ഇതോടെയും കൊടുത്തിട്ടില്ല. വാളിലൊന്നും ചെയ്യാന്നുള്ള രീതിയിൽ കൊടുത്തില്ല. പക്ഷെ അത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ട് താഴത്തെ സ്റ്റോറേജ് സ്പേസ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതെ അതെ അതെ, അവിടെ നമ്മളെ കണ്ണ് ബ്രേക്ക് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെൻട്രേഷൻ നമ്മളവിടെ നോക്കിയുണ്ട്. സത്യമാണ്, ചുറ്റും നോക്കി കഴിഞ്ഞാൽ കലണ്ടർ പോലും തൂക്കിയിട്ടില്ല ഇവിടെ. ഓക്കെ, എത്ര ബെഡ്റൂം ഉണ്ട് ടോട്ടൽ? താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം. ഓൾറെഡി ഉള്ള 2 ബെഡ്റൂം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ ടോയ്ലറ്റും ഡ്രസ്സിംഗ് ഏരിയ ആണ് നമ്മൾ പുറത്തോട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ആഡ് ചെയ്തേക്കുന്നത്. നമുക്കിനി കാണാനുള്ളത് ഫാമിലി ലിവിംഗ്. ഓക്കെ, ഇതും കുറച്ച് ഓപ്പൺ ആയിട്ട് തന്നെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് അല്ലേ? ഓൾറെഡി ഉള്ള വാൾ കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ പോയേക്കാണ്. നേരത്തെ എന്തായിരുന്നു ഈ ഒരു സ്പേസ്? ഇതൊരു കിച്ചൺ സ്പേസ് ആയിരുന്നു ആക്ച്വലി. ഇവിടെ ഫ്ലോർ കുറച്ച് താഴെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതൊരു ചിമ്മിനി സ്പേസ് ആയിരുന്നു. അതിപ്പോ ഒരു TV കൺസോൾ ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫാമിലി സ്പേസ് ആയ രീതിയിൽ എൽ ഷേപ്പിൽ സോഫ, അതുപോലെ തന്നെ TV സ്പേസ് എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ട്. കോഫി ടേബിൾ ഒക്കെ ആണെങ്കിൽ ഒരു ഫ്ലോർ ലെവലിൽ തന്നെ ചെറിയൊരു കോഫി ടേബിൾ എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. വ്യൂവിനെ ഒരു തടസ്സം വരുത്തുന്നില്ല, എല്ലാം മൊത്തം ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു വാളിലുള്ള എലമെന്റ്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ. ഇതിപ്പോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിൻഡോ ഏരിയ മൊത്തം ഈ ഒരു എൽ ഷേപ്പിൽ തന്നെ ആ ഒരു ബ്യൂട്ടി പുറത്തു നിന്നുള്ളതും കിട്ടുന്നുണ്ട്. ഗാർഡൻ സ്പേസ് നമ്മൾ പുറത്തുനിന്ന് കാണുന്നതിന് പകരം അകത്തു നിന്നൊരു ഗാർഡന്റെ ഒരു വ്യൂ കിട്ടാനായിട്ട് വലിയൊരു കിച്ചൺ. അതെ അതെ, സ്പേഷ്യസ് ആയുള്ള രീതിയിലുള്ള കിച്ചണും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കാര്യങ്ങള് സൈഡിലായിട്ട് ഒരു 3 സീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. അതെ, ഇതും സൈറ്റിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്ത് നല്ല ഫിനിഷിംഗ് ഉണ്ട്.
ഓക്കെ, ആ ഒരു ഗ്രീൻ ഇവിടെയും പാസ് ചെയ്തിട്ടുണ്ടല്ലേ, ഗ്രീനും വുഡ് എലമെന്റും ഒക്കെ സെയിം രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. ഇത്രയും വലിയൊരു സ്പേസ് അപ്പം നേരത്തെ എന്തായിരുന്നു? നേരത്തെ ഒരു വർക്ക് ഏരിയ അതുപോലെ തന്നെ ടോയ്ലറ്റ് എന്നുള്ള രീതിയിലുള്ള സ്പേസ് ആയിരുന്നു. അപ്പൊ അതിനെ മാറ്റിയിട്ടാണ് ഈ ഒരു കിച്ചന്റെ ഇതിലോട്ട് ടോയ്ലറ്റ് ഒരു കുളിമുറി എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ മാറ്റിയിട്ട് കിച്ചൺ സ്പേസ് എന്നുള്ള രീതിയിലേക്ക് മാറിയത്. ഇതിൽ ഈ സ്ലാബ് കുറച്ച് ഹൈറ്റ് താഴെയായിരുന്നു സൺഷെയ്ഡിന്റെ രീതിയിൽ. അപ്പൊ അത് കട്ട് ചെയ്തിട്ട് പിന്നെ അത് മുകളിലേക്ക് ആക്കി കുറച്ചുകൂടെ ഹൈറ്റിൽ ചെയ്തു. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് ഇത് എന്ത് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്? ഇത് ലാമിനേറ്റ് രീതിയിൽ ചെയ്ത് പോയിട്ടില്ല, മറ്റേ WPC ബാലൻസും കാര്യമുള്ള രീതിയിൽ. ഈ ഒരു വിൻഡോ പോയിരിക്കുന്നത് ഏതാണ്? ഈ ഒരു സൈഡിൽ വന്നിട്ട് വീടിന്റെ ഒരു നോർത്തേൺ സൈഡിലുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ ഈ കബോർഡ്സ് ചെയ്തിട്ടുള്ളത് മുമ്പേ പറഞ്ഞ കണക്കിന് ലാമിനേറ്റഡ് ആയിട്ട്, പക്ഷെ ഭയങ്കര പ്ലെയിൻ ആയിട്ട് ആ ഒരു അതെ, അത് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഗ്രീൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഒന്നും ഗ്രാബ് ഹാൻഡിൽസ് ഒന്നും കാണുന്നില്ലല്ലോ പുറത്തോട്ട്. അത് ജസ്റ്റ് കുറച്ചൊരു തള്ളി വെച്ച് ഒരു 1 ഇഞ്ചിൽ തള്ളിയിട്ട് ഇങ്ങനെ രീതിയിൽ കൈ അവിടെ പ്ലേസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ബാക്ക് സ്പ്ലാഷ് ആയിട്ട് പോയിട്ടുള്ള ടൈലൊക്കെ ആണെങ്കിലും വളരെ പ്ലെയിൻ ആണ് മൊത്തത്തില് രീതിയിൽ. അധികം ബഹളമൊന്നുമില്ല ഇപ്പം കാണുന്ന രീതിയിലുള്ള സാധാരണ സ്പോട്ട് ലൈറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ കൂടുതലായിട്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് അത്രയും വരുന്നില്ലാത്തതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ സട്ടിലായിട്ട് ചെയ്തു പോയേക്കുന്നത്. ഇത് മെറ്റീരിയൽ കൗണ്ടർ ടോപ്പിൽ വന്നിട്ട് കോട്സ് തൊട്ടപ്പുറത്ത് എന്താണത്? അതൊരു വർക്ക് ഏരിയ പ്ലസ് ഒരു ഫാമിലി ഏരിയ എന്നുള്ള രീതിയിൽ, അതായത് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള രീതിയിലൊരു സ്പേസ് ആയിരുന്നു. ഓക്കെ, ഈ ഒരു സ്പേസിൽ എനിക്ക് തോന്നുന്നു സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ തോന്നുന്നു അല്ലേ? അത് ഉമ്മയുടെ ഒരു പേഴ്സണൽ സ്പേസ് ആണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുകയും ചെയ്യാം ആരാ വരുന്നത്, നമ്മളെ ഒരു ഒളിഞ്ഞു നോട്ടം. അതായത് നമുക്ക് ഇപ്പൊ മുന്നിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു കരാത്തിയുടെ ഒക്കെ ഇടയ്ക്കൂടെ നമുക്കൊന്ന് ഒളിഞ്ഞു നോക്കാം അവിടെ ആരാ വന്നേന്നുള്ളത്. ഫ്രണ്ടിൽ നല്ല രീതിയിൽ വിസിബിൾ ആണ്. അതുപോലെ നല്ല ഏറിയാണ്. ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡും ആ ഒരു സൈഡും എല്ലാം മൊത്തം ഗ്രീനും അടിപൊളി. ഇവിടെ ഒരു കിണർ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കഴിക്കാറാന്നുള്ള രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ തൊട്ടപ്പുറത്തുള്ളൊരു വർക്കിംഗ് കിച്ചണാണ്. അപ്പോൾ ആ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ ഡയറക്റ്റ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെയൊക്കെ ഇരുന്ന ഒരു വലിയൊരു സ്ലാബ് പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സീറ്റിംഗ് സ്പേസ് ഉണ്ട്. അതുപോലെ ഒരു ചെറിയ ഡെസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം. അപ്പം എന്തൊക്കെയോ മണങ്ങൾ വരുന്നുണ്ട് ഉള്ളിലേക്ക്. നമുക്കൊന്ന് പോയിട്ട് വരാം. ഞാൻ വർക്കിംഗ് കിച്ചൻ്റെ ഉള്ളിലേക്ക് പോവാണ്. നല്ലൊരു സ്പേസ് ആണ് വർക്ക് ചെയ്യാനുള്ള ഒരു ആ ഒരു കിച്ചണിനപ്പുറത്ത് നമ്മൾ കണ്ട ആ സെയിം മെറ്റീരിയൽ തന്നെ ഇവിടെയും കബോർഡ്സിലെല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ് മുകളിലോട്ടൊക്കെ തന്നെ നല്ല പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ഇല്ലേ കുക്ക് ചെയ്യുന്ന, ഇതൊരു ഐലൻഡ് പോലെ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് ചെയ്യാൻ കാരണം ഇവിടെ നമുക്ക് പാത്രം കഴുകിയാൽ വെക്കാൻ സൗകര്യമില്ലായിരുന്നു. അപ്പോൾ ഗ്യാസ് ഇവിടെ വെച്ചാൽ അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഗ്യാസ് ഇങ്ങോട്ട് നീക്കിയാൽ നമുക്ക് ഇവിടെ വെക്കാന്നുള്ള, മറ്റേതും പാചകം ചെയ്ത് വാങ്ങി വെക്കാനുള്ളൊരു സ്ഥലം കൂടെ വേണമല്ലോ. സ്റ്റോറേജും ഉണ്ടല്ലേ ഇതിനിടയിൽ തന്നെ. ഓക്കെ, അത് പൊടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ എല്ലാം വെക്കാം. ഇത് പിന്നെ അല്ലാതെ അടുപ്പാണ്. അടുപ്പ് ഈ ഒരു സൈഡില് ഇവിടെ അങ്ങനെ വന്നിട്ട് ചെയ്തു. അത്യാവശ്യം എല്ലാ ഒരു സൗകര്യങ്ങളും ഇതിനുള്ളിലുണ്ട്. നല്ല ഒരു രീതിയിലാണ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. നമുക്കിനി കാണാനുള്ളത് താഴത്തെ 2 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം, അതെ, ഇത് ഓൾറെഡി ഉള്ള ബെഡ്റൂം അതുപോലെ തന്നെ ചെയ്തോളൂ. പക്ഷെ ഇവിടെ ഉമ്മാക്ക് കിടക്കുന്ന സമയത്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ്. ഓ, അതാണ് ചെറിയൊരു, ഞാൻ വിചാരിച്ചു വാക്കിൻ വാർഡ്രോബ്, പക്ഷെ അത് അപ്പുറത്തുണ്ട്. ഭാവിയിൽ ഒരു നേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിലൊക്കെ സ്റ്റോറേജ് സ്പേസ് എന്നുള്ള രീതിയിലല്ല താഴെ ചെയ്തിട്ട് ഒരു മെയ്ഡിനെ അങ്ങനെ ആരെങ്കിലും നിർത്താനായിട്ടുള്ള രീതിയിൽ ബൈസ്റ്റാൻഡർ ഒക്കെ വേണമെങ്കിൽ ഉള്ള രീതിയിലൊരു സ്പേസ്. നല്ലപോലെ വിൻഡോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വെളിച്ചം ഈ റൂമിലേക്കുള്ളൊരു ലൈറ്റ് സോഴ്സ് ആണ്. നമ്മുടെ ഈ ബെഡ്റൂമിന്റെ ഈ ഒരു സ്പേസ് വന്നിട്ട് എത്രയായിരിക്കും സൈസ്? ഇത് 10x10. അതിൽ കുറച്ച് കുറഞ്ഞാലേ ഉള്ളൂ, എന്തായാലും അത്ര തന്നെ ഉള്ളൂ. അത്യാവശ്യം ഒരു കിങ് സൈസ് ബെഡ് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ വോളിൽ ടെക്സ്ചർ ഫിനിഷ് ചെയ്തിരിക്കുന്നു അല്ലേ? ഇവിടെയോ? ഇവിടെ എന്താ ബോർഡാണോ? അല്ല, അതൊരു ലാമിനേറ്റ് ഫിനിഷ് ആണ്. അത് റസ്റ്റ് ഫിനിഷ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിയെടുത്തതാണ്. പിന്നെ വാക്കിൻ വാർഡ്രോബ്, ഒരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരുങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് സ്ലൈഡിംഗ് ആണ് കൊടുത്തിട്ട്. സ്ലൈഡിംഗ് ഒരു വാക്കിൻ വാർഡ്രോബ്, പിന്നെ ടോയ്ലറ്റ് കാര്യങ്ങൾ. ഓക്കെ, ഇത് അറ്റാച്ച്ഡ് ബാത്റൂം. ഓക്കെ, ഇനി അപ്പുറത്തൊരു ബെഡ്റൂം. അവിടെ ബെഡ്റൂം. ഓക്കെ, ഇത് ഇവിടുത്തെ അനിയത്തിക്കുട്ടിന്റെ റൂമാണ്. 2 ഇക്കാക്കന്മാരുടെ പെങ്ങളാ. ഓക്കെ, ഒരാളാണ്. അപ്പോൾ ആള് കുറച്ച് ആർട്ടിസ്റ്റിക് മൈൻഡുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഒരു രീതിയിൽ ഒരു ബേബിന്റെ മാത്രം നമ്മൾ എക്സ്ട്രാ പുറത്തോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു നിറ്റിംഗ് മെഷീൻ ഒക്കെ അപ്പോൾ ആള് ഒക്കെ ചെയ്യണമെന്ന് തോന്നുന്നു. അതെ, അതും വരയ്ക്കുക ആ രീതിയിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ സ്റ്റോർ കാര്യങ്ങളൊക്കെ ഇതിന് താഴെയുള്ള രീതിയിൽ. ഇത് ഫിക്സ്ഡ് ആണോ?
അല്ല താഴെയുള്ളത് ഫിക്സ്ഡ് ആണ്. താഴെയുള്ളത് എനിക്ക് തോന്നുന്നത് അതെന്തായിരിക്കും സേഫ്റ്റി സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആളിതിൽ നിറ്റിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. നമുക്ക് പിന്നെ കാണാം അതെങ്ങനെയാണ് ചെയ്യുന്നത്. ഈ സ്പേസ് കുറച്ച് കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് വേണം. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഡ്രോയിങ്സ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു സ്പേസിലായിട്ട്. അതെ അതെ. പിന്നെ ഒരു കിങ് സൈസ് ബെഡ് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വുഡൻ വുഡ് എന്നുള്ള രീതി, ഒരു ബ്ലാക്ക് വുഡ് ഡാർക്ക് വുഡ് എന്നുള്ള രീതിയിൽ ഒരു ഹെഡ് ബോർഡ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു സ്ട്രിപ്ഡ് ആയിട്ടുള്ള രീതിയിൽ. പിന്നെ മുകളിലൊരു ഹെഡ് സ്പേസിൽ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം COB-ലായിട്ടാണ് പോയിട്ടുള്ളത്. നമുക്ക് പിന്നെ ഇതൊരു വാക്കിൻ വാർഡ്രോബ്. പിന്നെ അതുപോലെ തന്നെ തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ ആക്കിയെന്നേ ഉള്ളൂ അല്ലേ. ഇത്രയും ഇവിടുന്ന് വന്നിട്ടുള്ളത് പുറത്തോട്ട് എടുത്ത് പുതുതായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മിറർ യൂണിറ്റും പിന്നെ ഇത് ടോയ്ലറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ സെയിം ടോയ്ലറ്റ് തന്നെ. ഇനി മുകളിലാണ് ബാക്കിയുള്ള 2 ബെഡ്റൂം. തൊട്ട് കാണിക്കാം കേട്ടോ. സ്റ്റെയർ കേസ് ഏരിയ ആയാലും ഇങ്ങനൊരു സ്പേസ് നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നോ അതോ നിങ്ങൾ ഇപ്പം പുതിയതായിട്ട് ചെയ്ത സമയത്ത്? ഇവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ സ്റ്റെയർ കേസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതാണ്. പുറത്തായിരുന്നു അതിന് പഴയ വീടുകളിൽ. ഓക്കെ, ആ പുറത്തോടുള്ള സ്റ്റെയർ ആയിരുന്നു അല്ലേ. അപ്പോൾ അതൊരു ഇൻഡസ്ട്രി ബെൻഡ് സ്റ്റെയർ തന്നെ മിനിമലിന്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടു നിൽക്കുന്നതായിരിക്കും അല്ലേ. അതെ അതെ. മെറ്റൽ ഫോൾഡ് ചെയ്ത സ്റ്റെയർ കേസിന് നമ്മൾ റൗണ്ടിൽ പൈപ്പിൽ ചെയ്തു. കൂടുതൽ എലമെന്റ്സ് ഒന്നും ഇല്ല, പക്ഷെ ഇത് മൊത്തം തുരുമ്പ് പിടിച്ചൊരു ഫീലാണ്, റസ്റ്റിക് ഫീലാണ് ചെയ്തേക്കുന്നത്. സ്റ്റെയർ കേസിന്റെ സൈഡിലായിട്ട് സ്കേർട്ടിങ് വരും ഈ തുടക്കുന്ന സമയത്തൊക്കെ, മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, വാട്ടർ പ്രൂഫ് ഉള്ള രീതിയിലുള്ള ഒരു പെയിന്റ് അവിടെ ലേറ്റ് ആണ്, പക്ഷെ അത് ഒരു 60 സെന്റിയോളം അല്ലേ ഹൈറ്റിൽ നിങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് തുടയ്ക്കാനും പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വരും. അതും പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ല, കറക്റ്റ് മാച്ച് ചെയ്യുന്ന ഒരു പെയിന്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം പ്രത്യേകത മുമ്പേ നമ്മൾ പറയുന്ന പോലെ തന്നെ ആ ഒരു റസ്റ്റിക് ഫീലും ഭയങ്കര ടെക്സ്ചറാണ്. അതെ അതെ. കാലിൽ നമുക്ക് ഫീൽ ചെയ്യും, ശരിക്കും കാലിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കാലിലും നമുക്ക് ഈ ഹാൻഡ് റെയിലിൽ പിടിക്കുമ്പോഴായാലും ആ ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ഏരിയ വലിയ ലിവിങ് സ്പേസ് എന്നൊന്നും പറഞ്ഞാൽ പോരാ ഇതിന്. ഇത് നോക്കി, ഇതിൽ മൊത്തം ഒരു മിനി വീടിന്റെ സ്പേസ് മുഴുവൻ അല്ലേ, അത്രയും സ്പേസിലുണ്ട്. ആക്ച്വലി ഇവിടെ ഒരു ലൈബ്രറി പ്ലാനിങ്ങിലുണ്ട് ഈ ഭാഗത്ത്. അവിടെ ഓൾമോസ്റ്റ് ഡിസൈൻ ഒക്കെ ഓൾറെഡി ആയിട്ടുള്ളത്. അത് കുറച്ച് എക്സിക്യൂട്ട് ചെയ്യാനുള്ള രീതിയിലൊരു താമസം മാത്രമേ ഉള്ളൂ. അത് നിന്നുകൊണ്ട് കറക്റ്റ് ഈ ഒരു നിങ്ങൾ ചെയ്തേക്കുന്ന ട്രസ്സിന്റെ ആ ഒരു ഇൻക്ലിനേഷൻ കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും വലുപ്പത്തിൽ ടേപ്പർ ചെയ്ത് ഇത് പോയേക്കുന്നത് അല്ലേ. നമ്മൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ഇൻ ബിറ്റ്വീൻ വാൾസ് വരുത്തേണ്ടത് കൊണ്ടാണ് ഒറ്റൊരു എ ഷേപ്പ് എന്നുള്ള രീതിയിൽ പോയിട്ടുള്ളത്. ഹൈറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ സെൻട്രൽ ഏരിയ തന്നെ. ഓൾമോസ്റ്റ് ഒരു 6 മീറ്റർ ഹൈറ്റ്സ് ഒക്കെ സെന്ററിൽ വരുന്നുണ്ട്. 6 മീറ്റർ 6 മീറ്റർ ഹൈറ്റോളം വരുന്നുണ്ട്. ഇതിപ്പോ എന്ത് സൈസ് വരുമായിരിക്കും? ഓൾമോസ്റ്റ് ഇത് 6, ഇതൊരു 10 മീറ്ററോളം വരും. 10 മീറ്ററോളം കാണും. ഇത് ഒരു 10 മീറ്ററോളം നീളമുണ്ട് ഈ ഒരു ഭാഗത്തിന് തന്നെ. അതെ. ഇപ്പൊ ഇവരുടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഫാമിലി ഇവന്റ്സ് നടക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും വരുന്ന സമയത്ത് നിസ്കരിക്കാനും അങ്ങനത്തെ രീതിയിലുള്ള സ്പേസസ് കാര്യമുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുകൂടാണ് കുറച്ച് വലിയൊരു സ്പേസ്. അതുപോലെ ഇത് പുറത്ത് ടെറസിലോട്ടുള്ള ഇതായിരിക്കും അല്ലേ. ഓപ്പൺ ടെറസ് എന്നുള്ള രീതി. ഇവിടുത്തെ മൊത്തം സ്റ്റോറേജ് സ്പേസ്, പഴയ വീടിന്റെയും പുതിയ വീടിൻ്റെ എല്ലാ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും വലിയൊരു സ്പേസിൽ വരുമ്പോഴാണ് ഈ ഒരു ടൈലിന്റെ ഫീൽ ഒന്നും കൂടെ കൂടുന്നത്. അങ്ങ് കിടക്കാണ് ഇങ്ങനെ തുറന്ന്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പം നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഓപ്പൺ ഏരിയ. വേണമെങ്കിൽ ഇവർക്ക് ഇത്രയും ഭിത്തി തന്നെ കൊടുത്ത് ഇവിടെ ഒരു സ്ലൈഡിംഗ് ഡോർ മാത്രമായിട്ട് കൊടുക്കായിരുന്നു. പക്ഷേ ഇത് ടോട്ടൽ ഒരു വലിയൊരു ഗ്രിൽ എലമെന്റും ഭയങ്കര ഓപ്പൺനെസ് വരുന്നുണ്ട് അല്ലേ. 5.5 മീറ്റർ ലെങ്തും 2.4 മീറ്റർ ഹൈറ്റും ഉണ്ട് അല്ലേ. അതിൽ നമുക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോറ് പുറത്തോട്ട് ഫോൾഡ് ചെയ്യാം, ഗ്രില്ല് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യാം. സേഫ്റ്റി കൺസേൺ നോക്കുന്ന സമയത്ത് നമുക്ക് അകത്ത് ഗ്രില്ലുണ്ട്. അതെ, ആ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഷെയ്ഡും ടം കീപ്പറും എല്ലാം കിടക്കുന്ന മെയിൻ ഭാഗമാണിത്. ആക്ച്വലി ഇത് കൊടുക്കുന്നതിന് മുന്നിൽ വേറൊരു ഡിസൈൻ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ ഉണ്ട്. നമ്മൾ ഒരിക്കലും ഇവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. കാരണം ഇത് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് വേറെ സപ്പോർട്ട് എക്സ്ട്രാ വരാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടും കൂടാണ് ഇത് ഇങ്ങനൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇവിടെ സൈഡിൽ വന്നിട്ട് സിമെന്റിന്റെ ഷീറ്റ് പോയിട്ടുണ്ട്. സാധാ ചട്ട് വെച്ചിട്ട് അതിനെ കവർ ചെയ്തുള്ള രീതിയിൽ ഫ്രെയിം വർക്ക് ചെയ്ത് സിമെന്റിന്റെ. അതെ അതെ. ഈ ഏരിയയിൽ കാണുന്ന ആ വലിയൊരു ഗ്രീൻ സ്പേസ് അല്ലേ, ആ ഒരു വെജിറ്റേഷൻ മുഴുവൻ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. താഴെ 1 ഫീറ്റിന്റെ ഡെക്കോർ ലൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ അവർ കസ്റ്റം ചെയ്തേക്കുന്ന ഓൾമോസ്റ്റ് ഒരു 2 ഫീറ്റോളം ലെങ്തി ആയിട്ടുള്ള ഒരു അല്ലേ. 2 ഫീറ്റ് ആയാലും ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്തു. അതെ. അപ്പം നമ്മൾ ട്യൂബ്ലൈറ്റ് ആയിട്ട് നമുക്ക് മെയിൻ്റെനൻസ് കുറച്ചുകൂടി അതെ എളുപ്പം റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ മാത്രമേ കാണുള്ളൂ. അതെ അതെ. ഇതൊരു ഡിസൈനർ വന്നിട്ട് ഇതിങ്ങനെ സെർച്ച് ചെയ്യാൻ നോക്കും. അപ്പോൾ അത് ഓക്കെ. അപ്പം മുകളിലത്തെ 2 ബെഡ്റൂമും കൂടെ നമുക്ക് ഇനി കാണാം.
ഇത് വന്നിട്ട് താഴത്തെ റൂമിനെക്കാളും അത്യാവശ്യം സൈസിലാണ് ചെയ്തേക്കുന്നത് അല്ലേ? അതെ, അതെന്ന് വെച്ചാൽ നമ്മുടെ താഴത്തെ സ്റ്റീൽ കോളം പോയില്ലായിരുന്നു, ഐ ബീമും പോയില്ലായിരുന്നു, അവിടെ വരെ നമ്മുടെ വാൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓക്കെ, ഇതൊരു ഹെഡ് ബോർഡായിട്ട് യൂസ് ചെയ്തേക്കുന്ന ഒരു ഡാർക്ക് കളറിലെ ലാമിനേറ്റ് ആണ് പോയേക്കുന്നത് അല്ലേ? അതെ അതെ, നമ്മുടെ താഴത്തെ ബെഡ്റൂമിൽ കാണിച്ച സെയിം മെറ്റീരിയൽ രീതിയിലാണ്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന രീതിയിൽ ബെഡിന്റെ രണ്ട് സൈഡിലും രണ്ട് ചെറിയ സൈഡ് യൂണിറ്റ് വരുന്ന രീതിയിലല്ലാണ്ട് ഇവിടെ ലീനിയർ ആയിട്ട് ഇച്ചിരി ലെങ്ത് ആയിട്ട് തന്നെ ഒരു സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ വന്നിട്ട് ഒരു ഡെക്ക് സ്പേസ് പോലത്തെ ഒരു സംഭവമാണ് കൊടുത്തേക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ബേ വിൻഡോ, അതായത് ഒരു ചെറിയ ബേ വിൻഡോ സ്പേസ് ആണ്, പക്ഷെ അത് രസമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഇത് എന്താ ഇരുന്ന് വല്ല ഫുഡ് കഴിക്കാൻ അങ്ങനെ എന്ന് വെച്ചാൽ ആള് IT-ൽ വർക്ക് ചെയ്യണം, അപ്പൊ എനിക്ക് സ്പേസ് വേണം, ബെഡ് താഴ്ന്ന് നിൽക്കണം എന്നുള്ള റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. ശരിയാ, അപ്പൊ അങ്ങനെ ഒരു സ്പേസിൽ വർക്ക് ചെയ്യാൻ ലാപ്ടോപ്പ് വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാം, ഇവിടെ കട്ടിലെ വെച്ച് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ആയുള്ള രീതിയിൽ വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ സ്പേസ് കൊടുത്തത്. ആർക്കിടെക്റ്റിന്റെ കരവിരുത് തന്നെയാണ്, ഇത് കണ്ടാ അറിയാം. താഴെ നമ്മൾ വാഷ് കൗണ്ടറിന്റെ അടുത്ത് കണ്ടിരുന്ന ബാക്ക് സ്പ്ലാഷിലെ ടൈല് ഇദ്ദേഹം ഊരി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ലാമിനേറ്റും വെച്ച് മൊത്തത്തിൽ ഒരു ക്യാൻവാസിൽ ചെയ്തേക്കുന്നത്. ബാക്കി ഒന്ന് പീസ് എടുത്ത് ചെയ്തേക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് പീസസ് ആയതുകൊണ്ട് നമുക്ക് അതൊരിക്കലും വേസ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ തോന്നിയില്ല, അപ്പൊ അതുകൊണ്ട് ചെയ്തത്. അതെ, ആ പീസസ് അല്ലേ. താഴെ കണ്ട പോലത്തെ സെയിം സ്റ്റൈലിൽ തന്നെയുള്ള വാക്ക് ഇൻ വാർഡ്രോബ് ആണ്. അതേ പാറ്റേൺ തന്നെ, സൈഡിൽ ഒരു ഫുൾ സൈസ് മിററും പിന്നെ ഒരു സൈഡിൽ മൊത്തം സ്ലൈഡിങ് രീതിയിൽ കൊടുത്തേക്കുന്നു. എല്ലായിടത്തും കാണുന്ന സെയിം ആ ലൈറ്റ് കളറിലുള്ള ലാമിനേറ്റ് തന്നെ ഇവിടെ പോയിരിക്കുന്നു. നമ്മൾ ആ കാണുന്നത് ഒരു ടോയ്ലറ്റാണ്. ടോയ്ലറ്റിലാണെങ്കിലും സെയിം ടൈൽ തന്നെ പോലെ 4 ടോയ്ലറ്റും സെയിം ടൈൽ എന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത്. എല്ലാ റൂമിലും നമ്മൾ കണ്ടേക്കുന്ന പോലെ തന്നെ കോബ് ലൈറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത് അല്ലേ? ഇവിടെ മാത്രം നമ്മൾ ഇൻസുബോർഡിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്, കാരണം ഇവിടെ ട്രസ് വർക്ക് ആയതുകൊണ്ട്. ഇവിടെ മാത്രം നമ്മൾ ഇൻസുബോർഡിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം, ഇതും നല്ല സ്പേസ് എടുത്ത് തന്നെ ചെയ്തേക്കുന്നത് അല്ലേ? അതെ, ഇതാണ് ആക്ച്വലി ക്ലയന്റ് എന്ന് പറയുന്നത്. എന്റെ ഫ്രണ്ട്, ക്ലയന്റ് എന്ന് ഒരിക്കലും പറയില്ലല്ലേ, ജൗഹർ എന്ന് പറയുന്നത്. അവന്റെ ആളുടെ പേരെന്താ? ജൗഹർ. ആള് UK-ലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ റൂമാണത്. മാക്സിമം വിൻഡോ സ്പേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ, 3 വിൻഡോസ് നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇത്രയും ഒരു പോർഷനെ നമ്മൾ വാള് വരുന്നുള്ളൂ. താഴത്തെ ബെഡ്റൂമിൽ നോക്കാം, നമ്മൾ പറഞ്ഞല്ലോ ഇത് ഓൾറെഡി താഴത്ത്. അതെ അതെ അതെ, ഈ ഒരു പോർഷനിൽ തന്നെ ഇങ്ങനെ ഒരു കോർണർ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളത് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ബേ വിൻഡോ ആക്കിയിട്ടൊരു മൊത്തത്തിലൊരു സ്പേസ് എന്നുള്ള രീതിയിൽ മാറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഭാഗത്തെ ഹെഡ് ബോർഡ് ആയാലും അവർ ജസ്റ്റ് ഒരു ഹെഡ് ബോർഡ് പോലെ മാത്രം ഇങ്ങനെ കൊടുക്കാണ്ട് അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ആ നമ്മൾ മുമ്പേ കണ്ട ഒരു ടെക്സ്റ്റേർഡ് ലാമിനേറ്റ് ആണ് കൊടുത്തേക്കുന്നത് അല്ലേ? അതെ, ആ വിൻഡോ ലൈൻ മാക്സിമം കീപ്പ് ചെയ്തിട്ട് അതിന്റെ രീതിയിലുള്ള തന്നെയാണ്. അതാണ് അതിന്റെ വൃത്തി വന്നേക്കുന്നത്. കറക്റ്റ് ആ ഒരു ലൈനിൽ തന്നെ പോയിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു ഇങ്ങനെ ഒരു സ്ട്രിപ്പ് പോലുള്ള ഡിസൈനൊക്കെ, ഫാനൊക്കെ ആയാലും അല്ലെ, എല്ലാം അതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതി തന്നെ. ഇവിടെ ഒക്കെ ഫാനാണെങ്കിൽ നമ്മൾ വൈറ്റ് വേണം എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെ തന്നെ ചെയ്തു പോയത്. സീലിംഗ് വൈറ്റ് ആയതുകൊണ്ട് കോബും വൈറ്റ് ആ കൊടുത്തത്. കോബിന്റെ ഉള്ളിലെ പോലും വൈറ്റ് എന്നുള്ളത് നോക്കിയിട്ട് എടുത്തതാ. അവിടെ ശരിക്കും സിൽവർ ഫിനിഷ്, ഗോൾഡ് ഫിനിഷ് എന്നുള്ള രീതിയിലൊക്കെ വരും. അതിന് പകരം വൈറ്റ് എന്നുള്ളത്. നമ്മൾ പറയായിരുന്നു ഈ വീട് ഇതിന്റെ സ്പേസസ് കണ്ടു കഴിഞ്ഞാൽ ഒരു 2000 സംതിങ്ങിന്റെ ഒരു സ്പേസ് പോലെ അല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ റൂമിലും കാണുന്ന പോലെ തന്നെ ഒരു സ്പേസ്. അപ്പം പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. ഇവിടെ 2 കലാകാരികളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു മോക്ക് വേണ്ടിയിട്ട്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്ത ഒരു ഡ്രസ്സാണിത്. ഇതിൽ എംബ്രോയിഡറിയും ഇതിൽ അല്ലാതുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളും മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് ആൾ തന്നെ ചെയ്ത ഒരു ഡ്രസ്സാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ ചെറുതിലേ മുതലുള്ള ആളുടെ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. അന്ന് ഇതിന്റെ ആ ഒരു വാല്യൂ ഒന്നും ചെറുപ്പത്തിലുള്ള ഇഷ്ടമാണ്. ഹാൻഡ് വർക്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോരുത്തർ ചെയ്യുന്ന കണ്ട് കുറേ പഠിച്ച്, പിന്നെ ഞാൻ പോയിരുന്നു ക്ലാസ്സിന് പോയി അങ്ങനെ പഠിച്ച്. പിന്നെ യൂട്യൂബ് നോക്കി, ഇൻസ്റ്റാഗ്രാം നോക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കി അപ്ഡേറ്റ് ആയിട്ട് കുഞ്ഞു പേജ് ഒക്കെ ഉണ്ടല്ലേ ഇൻസ്റ്റയില്. അപ്പൊ അതില് ആള് ചെയ്തേക്കുന്ന കുറേ എംബ്രോയിഡറി വർക്ക്സ് ഇതിൽ കാണാം നമുക്ക്. ഇങ്ങനെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് അല്ലേ? കുഞ്ഞുടുപ്പുകളൊക്കെ ഒത്തിരി ചെയ്യാറുണ്ട്. അതാ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് മോളെ ഫ്രോക്കിന്റെ ഫ്രണ്ടിൽ ചെയ്തത്. ഇതൊക്കെ ആമി വരച്ച ചിത്രങ്ങളാണ്. നല്ല ഭംഗിയുണ്ട്, ഒരുപാടെണ്ണം ഉണ്ട്. ഞാനതിൽ ചുമ്മാ 1-2 എണ്ണം എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളതേ ഉള്ളൂ. ഇത് ഈ നിറ്റിങ് ഭയങ്കര ഇഷ്ടമാണോ? അതോ? നിറ്റിങ് ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉമ്മ ചെയ്യണ കാണുമ്പോൾ എംബ്രോയിഡറി എനിക്ക് താല്പര്യമില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ, അപ്പോൾ ക്രോഷറ്റ്, നിറ്റിങ് അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫീഡ് ഫുൾ അതേനു. പിന്നെ അതിനോട് ഇങ്ങനെ ഇഷ്ടം തോന്നിയിട്ട് അപ്പോൾ ഇങ്ങനെ കാക്കമാരോട് പറയും എനിക്കത് വാങ്ങിച്ചു തരുമോ, എനിക്കത് വാങ്ങിച്ചു തരുമോയിക്കും. അങ്ങനെ ഇത് ഇങ്ങനെ വന്നപ്പോൾ കൊടുക്കുന്നുണ്ട്. ഒരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുതന്നതായിരുന്നു അല്ലേ? ഷോള്, അങ്ങനെ വിന്ററിൽ ഇടുന്ന സ്കാർഫും ഷോളൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്.
തിനും തക താതിനും തക താതിനും തക തെയ്യാര തക താതിനും തിമി തെയ്യ തിനും തിമി താതിനും തിമി തെയ്യാര. ഇങ്ങനെ ഒരു സ്പേസ് നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്തായിരുന്നു? നല്ലൊരു സ്പേസാണ്. പിന്നെ പ്രായമായവർക്കൊക്കെ ഇങ്ങനെ വന്നിരിക്കാനും നമുക്കും തന്നെ കാറ്റും വെളിച്ചും രാത്രിയും ഇങ്ങനെ ലേഡീസുകളൊക്കെ വന്നിരിക്കും. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. സ്പേസ് എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം കൂടെ. വീട്ടുകാർ വന്നാലും എല്ലാവരും ഉമ്മ എണീറ്റാൽ പത്രം കൊണ്ട് ഇവിടെ വന്നായിരിക്കുക. 2 പത്രം എടുത്തിട്ട് വരും. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, വായിക്കുക. ഫുള്ള് വായിച്ചിട്ട് ഇവിടെ പോകുള്ളൂ. പിന്നെ ഇവിടെ കൂട്ടാണ്ടാക്കാനും ചാറാക്കാനും ചോറ് വെക്കാനും വെക്കാനും ഭക്ഷണം കഴിക്കാനേ. അപ്പോൾ വെക്കാനൊക്കെ പറഞ്ഞ് നിങ്ങളടുത്ത ഭാഷ എങ്ങനെ അറിയും? അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പ്രായമായവർക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. അപ്പം ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ ചുറ്റുപാടും കാണും ചെയ്യുക. അതാണ് ഒരു സ്പേസ്. അത് റിനിത്ത്, പിന്നെ ഇവളൊരു അനിയുണ്ട്. രണ്ടാളും കൂടെ ഒരുമിച്ച്. റിനിത്താണ് ഇതിൻ്റെയൊക്കെ മെയിൻ. എല്ലാവർക്കും ഞങ്ങൾ കൂടെ ഒരുമിച്ച് എൻജിനീയർ വെരി ഗുഡ്, ഉഷാറായിട്ടുള്ള നല്ല വർക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ അനിയനോട് കൂടി ആലോചിക്കും. അനിയനൊരു പിന്നെ കോൺട്രാക്ടറാണ്. എല്ലാം അവർ തമ്മിൽ ഷെയർ ചെയ്തിട്ട് അവരാണ് ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും നല്ല. ഫസ്റ്റ് തന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കൃത്യമുള്ള റിക്വയർമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ സുഖമായിരുന്നു സോൾവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ബെഡ്റൂമിൽ ബേബിൻ്റെ വേണം എന്നുള്ളത്, വർക്ക് ചെയ്യാനുള്ള സ്പേസ് വേണം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മെൻഷൻ. അപ്പോൾ അതുപോലെ തന്നെ മുകളിലത്തെ ബെഡ്റൂമിൽ പ്ലാറ്റ്ഫോമിൽ എനിക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്ത് ഇരിക്കണം. ആ രീതിയിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഇത് സോൾവ് ചെയ്ത് പോകുന്ന സമയത്ത് നല്ല സുഖമായിരുന്നു. ഉപയോഗിക്കും. മാത്രമല്ല അതിൽ കിളികൾ 2 കിളികൾ വന്നിരുന്നു, 3 കിളികൾ വന്നിരുന്നു. കൂട് വെച്ച് മുട്ടിട്ട് ഒക്കെ പിന്നെ കുറേ കാലം അതിൽ അടയിരുന്ന് കുട്ടി വിരിഞ്ഞ് പാറി പോവുകയും ചെയ്തു. പിന്നെ ഇടക്കിടക്ക് വരും. 3 രാത്രി വരും. മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുക്കുന്ന ആ സമയത്ത് വരും. സുബൈക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ അവർ പോകും.